ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല. നോക്കാം വിശദമായി. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം തലക്കെട്ട്. 1 meter. Dragon contact and soft capture complete. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല. ബഹിരാകാശ നിലയത്തിൽ തൊട്ട് ശുഭാംശുവും സംഘവും ആക്സിയം 4 ഡോക്കിംഗ് വിജയം. അഭിനന്ദന പ്രവാഹവുമായി ലോകം. ആഘോഷമാക്കി കുടുംബം. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച NIA റിപ്പോർട്ട്. 977 പേരെ വധിക്കാൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ ശക്തിയാകാൻ, മറയാക്കിയത് SDPIയെ. ലക്ഷ്യമിട്ടത് 2047 ഇസ്ലാമിക രാഷ്ട്രം. സേനാ വിഭാഗങ്ങളിൽ PFI അനുഭാവികളെ തിരികെ കയറ്റാൻ പദ്ധതി തയ്യാറാക്കിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി. പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാർ ഇല്ല. സുരേഷ് രാജ് പുരോഹിതനെയും ഒഴിവാക്കി. റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും നിതിൻ അഗർവാളും ഉൾപ്പെട്ട പട്ടിക അംഗീകരിച്ച് UPSC. സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് തിരിച്ചടി. പേര് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സെൻസർ ബോർഡ്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിനും സഹനിർമ്മാതാക്കൾക്കും മുൻകൂർ ജാമ്യം. സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. വയനാട്ടിലെ ചൂരൽമലയിൽ അതീവ ജാഗ്രത. ഉത്തരേന്ത്യയിലും കനത്ത മഴ. ഹിമാചലിലെ മേഘവിസ്ഫോടനത്തിൽ 2 മരണം, 20 പേരെ കാണാതായി. നിലമ്പൂരിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ. പാർട്ടി വോട്ടും അനുഭാവി വോട്ടും ചോർന്നെന്ന് വിമർശനം. പരിശോധിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് P രാജീവും എളമരം കരീമും. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് MV ഗോവിന്ദൻ. പാലക്കാട്ടെ 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. അധ്യാപകരുടെ പീഡനമാണ് മരണകാരണമെന്ന് പെൺകുട്ടി. സ്കൂളിൽ ഇന്നും പ്രതിഷേധം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൃദ്ധമാതാവിനെ തീ കൊളുത്തിക്കൊന്ന മകൻ പിടിയിൽ. ഗുരുതര പൊള്ളലേറ്റ അയൽവാസി ചികിത്സയിൽ. വിശദമായി നോക്കാം. ബഹിരാകാശത്ത് ചരിത്ര നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഘം നിലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചരിത്ര നിമിഷത്തിലേക്കാണ് ശുഭാംശു ശുക്ല കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സാന്നിധ്യമായി ആദ്യമായി ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ്. ഡോക്കിംഗ് പൂർണ്ണ വിജയമായിരുന്നു. ഇപ്പോൾ ആക്സിയം 4 ദൗത്യം അത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശുഭാംശു ശുക്ലയും സംഘവും ഇപ്പോൾ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് അവർ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലാണ് ഉള്ളത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അത്രത്തോളം അഭിമാനകരമായ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ശുഭാംശു ശുക്ല ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി ഈ സംഘത്തിന് ബാക്കിയാകുന്നത് വളരെ നിർണായകമായ ഒട്ടനവധി പരീക്ഷണങ്ങളാണ്, അല്ലേ?
അതെ, തീർച്ചയായിട്ടും ഇനിയുള്ള 2 ആഴ്ച ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. ഇനിയുള്ള 14 ദിവസം അവർ 60 പരീക്ഷണങ്ങളാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്താൻ പോകുന്നത്. അതിൽ 7 എണ്ണം മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള 7 നിർണായക പരീക്ഷണങ്ങളാണ് ഇതിൽ ശുഭാംശു ശുക്ല ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ദൗത്യസംഘം 4:30-നായിരുന്നു ഇതെല്ലാം നേരത്തെയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ എല്ലാ പടികളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുൻപേ മെയ് 29-ന് പ്രഖ്യാപിച്ചിരുന്ന ദൗത്യം അന്ന് നടക്കാതെ പല കുറി നീട്ടിവെച്ച് ഇപ്പോൾ നടന്നത് ജൂൺ 25-ാം തീയതിയാണ്. അത്ര നീണ്ടുപോയ ഈ ദൗത്യത്തിൻ്റെ മറ്റ് പ്രക്രിയകളെല്ലാം വളരെയധികം നേരത്തെയാണ് നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വിക്ഷേപണം കൃത്യം ജൂൺ 25 ഇന്ത്യൻ സമയം 12:01-ന് തന്നെ നടന്നു. എന്നാൽ അതിൻ്റെ യാത്ര ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂർ നേരത്തെയായിരുന്നു അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. 26-ാം തീയതി ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30-ന് ഡോക്കിംഗ് പറഞ്ഞിരുന്നുവെങ്കിലും 4 മണിക്ക് തന്നെ ഡോക്കിംഗ് പൂർത്തിയായി. അതിനുശേഷം ഇപ്പോൾ മറ്റ് പ്രക്രിയകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ 4 പേരും പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ഒരു വാം വെൽക്കം തന്നെയാണ് അവർക്ക് നൽകിയത്. ഇപ്പോൾ ഹാർട്ട് ക്യാപ്ചറിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ ഇപ്പോൾ പ്രഷർ വേരിയേഷൻ, അതെല്ലാം പ്രഷറെല്ലാം ഈക്വൽ ആക്കിയിട്ട് ഇവരെ അകത്തേക്ക് പ്രവേശിച്ച് ഇവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുത്തുകൊണ്ടാണ് 4 പേരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിച്ചത്. ഇതിനു മുൻപേ സുനിത വില്യംസിൻ്റെ ദൗത്യമെല്ലാം നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടിട്ടുള്ള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനേക്കാൾ വളരെയധികം ഒരു വാം വെൽക്കമാണ് ഇവർക്ക് നൽകിയത്. അന്നൊക്കെ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് നൽകുന്നത് പോലെയുള്ള കാഴ്ചകളൊന്നും നമ്മളങ്ങനെ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അങ്ങനെയാണ് ഇവരെ സ്വീകരിച്ചത്, ഈ 4 പേരെയും. അതുപോലെ എല്ലാവരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവർ ഹഗ് ചെയ്ത് അകത്തേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യം ഈ മറ്റ് പ്രക്രിയകളെല്ലാം കൂടി ഈ ഹാർട്ട് ക്യാപ്ചർ പ്രക്രിയ പൂർത്തിയായി 7:05-ന് ഈ ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് പിന്നീട് കുറച്ചുകൂടി നേരത്തെയാക്കുന്നു. 6:05-ന് ഇന്ത്യൻ സമയം 6:05-ന് 6:10-ന് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ നേരത്തെ 5:45 കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്ന പ്രക്രിയ ഓരോരുത്തരായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടന്നു. ആദ്യം വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. അതിനുശേഷം എല്ലാവരെയും ഹഗ് ചെയ്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ഉൾപ്പെടുന്ന സംഘം ഇനി എത്ര നാൾ ബഹിരാകാശ നിലയത്തിനുള്ളിൽ ഉണ്ടാകും? അവരെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ പൂർത്തീകരിക്കേണ്ട നിർണായക ദൗത്യം അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് സൂചനയുണ്ടോ? മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശുഭാംശു ശുക്ല അടുത്ത 14 ദിവസം നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ വിത്ത് വിളയിക്കൽ, ബഹിരാകാശത്ത് വിത്ത് വിളയിക്കുന്നത് പോലെയുള്ള പരീക്ഷണങ്ങൾ, അതെല്ലാം ഈ 14 ദിവസത്തിനകം അദ്ദേഹം നടത്തും. 7 പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് അസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റ് സംഘാംഗങ്ങൾ എല്ലാവരും കൂടി മൊത്തം 60 പരീക്ഷണങ്ങളാണ് ഈ 14 ദിവസത്തിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അവരുടെ തത്സമയം അവർ സംസാരിക്കുന്നതും നമ്മളിപ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അകത്തേക്ക് കയറിയതിന് ശേഷം പെഗി വിൽസൺ ആദ്യം ഒന്ന് സംസാരിക്കാനായിട്ട് മൈക്ക് കയ്യിലെടുത്ത് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എന്നാൽ അതിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിലും ഓഡിയോയിലും ചില പ്രശ്നങ്ങൾ വന്നത് കാരണം അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇനി അവർ അധികം വൈകാതെ തന്നെ മറ്റ് പ്രക്രിയകളെല്ലാം പൂർത്തിയായി അവർ ഉടൻ തന്നെ ഇപ്പോൾ സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ 14 ദിവസം എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇപ്പോൾ പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള 2 പുതിയ ബഹിരാകാശ യാത്രികരും അദ്ദേഹത്തോടൊപ്പം തന്നെ പുതുതായി ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഭൂമിയിൽ വെച്ച് ഇപ്പോൾ ആക്സിയം സ്പേസിൻ്റെ പരീക്ഷണ സെൻറ്ററിൽ വെച്ച് നിരവധി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും സ്പേസിൽ യഥാർത്ഥ സീറോ ഗ്രാവിറ്റിയിൽ നിന്നിട്ടുള്ള അവരുടെ ഒരു ജീവിതം, ഈ 14 ദിവസത്തെ ജീവിതം, അതിനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് നേരിട്ട് തന്നെ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ചുറ്റുപാടുമായിട്ട് അവർക്ക് യോജിക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയം, അതിൻ്റെ ഒരു നിമിഷങ്ങളാണ് ഇനി ഇവർക്ക് മുമ്പിലുള്ളത്. അതിവർ വളരെ വിജയകരമായി തന്നെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ അവർ എങ്ങനെയാണോ വിജയകരമായി പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ അവർ അതും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 14 ദിവസങ്ങൾക്ക് ശേഷം നിർണായകമാണ് അവരുടെ മടങ്ങിവരവും. ആര്യ, തീർച്ചയായും. അജയ് സുധ ബിജു ആണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയും
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ആദ്യമായ ഒരു ഇന്ത്യൻ പൗരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് ബഹിരാകാശത്ത് ഇനി നടത്താനുള്ളത്, പൂർത്തീകരിക്കാനുള്ളത് നിർണായകമായ 7ഓളം ദൗത്യങ്ങളാണ്, പരീക്ഷണങ്ങളാണ്. മറ്റ് വാർത്തകളിലേക്ക്. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച NIA റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPIയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. ഭരണതലത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ SDPIയെ സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കാൻ PFI പദ്ധതിയിട്ടു. സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ PFI അനുഭാവികളെ സേനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നും NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA കൊച്ചി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SDPIക്കെതിരായ ഗുരുതര പരാമർശങ്ങൾ. 2047ഓടെ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPIയെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു PFIയുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ചിതറിക്കിടക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം SDPI ഏറ്റെടുക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാമമാത്രമായ ഇടങ്ങളിൽ ആദ്യം വിജയിച്ച് SDPI സമ്മർദ്ദ ശക്തിയാണെന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ബോധ്യപ്പെടുത്തണം. പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളെ നിരീക്ഷിക്കുന്നതിനായി PFI അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി സേനകളുടെ ഭാഗമാക്കണം. ജുഡീഷ്യറിയിലും സാന്നിധ്യം അറിയിക്കണം. ഇങ്ങനെ നീളുന്നു NIA റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ വകവരുത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതര മതസാമുദായിക സംഘടനകളുടെ തലവന്മാരെ വകവരുത്തുന്നതിലൂടെ വ്യത്യസ്ത മതസ്ഥരെ തമ്മിലടിപ്പിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി റിപ്പോർട്ടേഴ്സിനെ നിയോഗിച്ചതിന് പുറമെ കായിക പരിശീലനത്തിനും ആയുധ പരിശീലനത്തിനുമായി വൈദഗ്ധ്യം നേടിയവരെ PFI ഉപയോഗിച്ചിരുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയും രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നിലവിൽ 134 അടിയായി ഉയർന്നു. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ വെള്ളം പുറത്തേക്കൊഴുക്കും. വയനാട്ടിൽ ശക്തമായ മഴയാണ്. ബത്തേരിയിൽ കല്ലൂർ പുഴ കര കവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി. കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായ ചൂരൽമലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ബെയിലി പാലം താൽക്കാലികമായി അടച്ചു. മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. മുക്കം പുൽപ്പറമ്പ് കൂളിമാട് റോഡ്, പുൽപ്പറമ്പ് നായർക്കുഴി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ മഴ നാശം വിതച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി. മാങ്കുളത്ത് സുകുമാരൻ കട, പാമ്പുംകയം റോഡ് ഒലിച്ചുപോയി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടി 5 ഷട്ടറുകളും ലോവർ പെരിയാർ 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടിയും ലോവർ പെരിയാറും 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ മഴയാണ്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി കീഴായൂരിൽ പുഴ കര കവിഞ്ഞു. നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റി. സമീപത്തെ പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി. തൊടുപുഴയാർ കര കവിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയിൽ വീടുകളിലും വെള്ളം കയറി. തിരുവനന്തപുരം പുതുകുറിശ്ശിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ തീരത്തുള്ള താഴ്ന്ന പല സ്ഥലങ്ങളിലും വെള്ളം കയറി. ഏലൂരിലും പറവൂരിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലരെയും മാറ്റിപ്പാർപ്പിച്ചു. കിഴക്കൻ മേഖലകളിലെ കനത്ത മഴയാണ് പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തിയത്.
ഭൂതത്താൻ അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നതോടെയാണ് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. 9 ഷട്ടറുകൾ വഴി സെക്കൻഡിൽ 24 ലക്ഷം ലിറ്ററാണ് പെരിയാറിലേക്ക് എത്തുന്നത്. ഇതോടെ പെരിയാറിലെ ജലവിധാനം ഉയർന്നു. ഇന്നലെ രാത്രിയോടെ ഏലൂർ, പറവൂർ മേഖലകളിൽ പലയിടങ്ങളിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകൾ വെള്ളത്തിന്റെ പിടിയിലായി. ഏലൂർ നഗരസഭയിലെ ബോസ്കോ കോളനിയിൽ വെള്ളം കയറി. തുടർന്ന് 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. നഗരസഭയിലെ ബോസ്കോ കോളനി, പവർലൂം, അംഗൻവാടി എന്നീ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി 1 മണി മുതൽ വെള്ളം കയറി തുടങ്ങിയത്. രാത്രി ഒരു 12 മണിയായപ്പോൾ തൊട്ട് വെള്ളം കയറി തുടങ്ങിയതാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ലെവലിലായി. നല്ല സ്പീഡിലാണ് വെള്ളം കയറിയത്. ഒരു 4-5 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം. പിന്നെ കുറച്ച് പേര് നമ്മളെ സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണ് ഇത്രയും വെള്ളം മുങ്ങി വന്നത്. രാത്രി ആയതുകൊണ്ട് ഓരോരുത്തർ അറിയിച്ചതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാ വീട്ടിലും കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏലൂർ ഗവൺമെന്റ് കുറ്റിക്കാട്ടുകര UP സ്കൂളിലും സമീപത്തെ യൂണിയൻ ഓഫീസുകളിലും ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി. പെരിയാറിൽ ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. പറവൂർ മേഖലയിലും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്നത്. പിന്നീട് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ അടച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ രക്ഷപ്പെടുത്തിയത്. 3 മണിക്കൂർ സമയമെടുത്താണ് ആന പുഴ കടന്നത്. കാട്ടിൽ കുടുങ്ങിയ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തിനെയും പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇക്കരയ്ക്കെത്തിച്ചു. 2 മണിക്കൂറോളമാണ് ഷൗക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത്. എൻജിൻ തകരാറ് പരിഹരിച്ചതിനു ശേഷം ഇവരെ പിന്നീട് ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ മൃതദേഹം വാണിയംപുഴയിൽ എത്തിച്ച് മടങ്ങവെയാണ് സംഭവം. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് 2 പേർ മരിച്ചു. 20 പേരെ കാണാതായി. കാംഗ്ര ജില്ലയിലെ മണൂനി ഘാതിലെ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും 20ഓളം പേർ ഒഴുക്കിൽപ്പെടുകയുമാണ് ചെയ്തത്. ഇന്ദിരാ പ്രിയദർശിനി ജലവൈദ്യുത പദ്ധതിയുടെ സമീപമുള്ള ലേബർ കോളനിയിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് ഒഴുക്കിൽപ്പെട്ടത്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. കുളു ജില്ലയിലെ മണാലി, ബഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ബിയാസ് നദി നിറഞ്ഞൊഴുകി മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗികമായി തകർന്നു. അടുത്ത 4 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് MR അജിത് കുമാർ പുറത്ത്. യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് സംസ്ഥാനത്തിന് കൈമാറിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ ഒരാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി ഉടൻ പ്രഖ്യാപിക്കും. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിഗണന നൽകിക്കൊണ്ടാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC സംസ്ഥാനത്തിന് കൈമാറിയത്. സംസ്ഥാനം കൈമാറിയ റിപ്പോർട്ടിലുണ്ടായിരുന്ന DGP റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവി മനോജ് എബ്രഹാമിന് സീനിയോറിറ്റിയാണ് പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് തിരിച്ചടിയായി മാറിയത്. സർക്കാരിന്റെ വിശ്വസ്തരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന MR അജിത് കുമാറിന് പുറമെ സുരേഷ് രാജ് പുരോഹിതന്റെ പേരും UPSC ബോർഡ് പരിഗണിച്ചില്ല. യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗമായിരിക്കും പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കുക. വരുന്ന 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത്. അതിനു മുന്നോടിയായി പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് MR അജിത് കുമാറിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് UPSC ബോർഡിന് ശുപാർശ കത്ത് കൈമാറിയത്. എന്നാൽ DGP റാങ്കിലുള്ളവരെ മാത്രം ചുരുക്കപ്പട്ടികയിലേക്ക് പരിഗണിച്ചാൽ മതിയെന്ന UPSCയുടെ തീരുമാനമാണ് സർക്കാരിന് തിരിച്ചടിയായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് ഡൽഹിയിൽ ചേർന്ന UPSC ബോർഡ് യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. സുരേഷ് ഗോപി ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സെൻസർ ബോർഡ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേരിലാണ് മാറ്റം നിർദ്ദേശിച്ചത്. ജാനകി എന്ന പേര് മാറ്റണമെന്ന് റിവ്യൂ കമ്മിറ്റി ചിത്രം കണ്ട ശേഷം വീണ്ടും നിർദ്ദേശിച്ചുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു.
മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്ക് മുൻകൂർ ജാമ്യം. 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജൂലൈ 7-ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതികൾ ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെന്നാണ് കേസ്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ചുരുളി സിനിമാ വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടിയുമായി നടൻ ജോജു ജോർജ്. സിനിമാ ഫെസ്റ്റിവലുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് തെറിഭാഗം ചിത്രീകരിച്ചത്. ചുരുളി പോലുള്ള സിനിമകളിൽ ഇനി അഭിനയിക്കില്ലെന്നും ജോജു വ്യക്തമാക്കി. ചിത്രീകരണ സമയത്ത് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ചുരുളിയെ ചൊല്ലി നടനും സംവിധായകനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണം തുടരുകയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജോജു. സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരല്ല. ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണിതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അഭിനയിച്ചത്. ചുരുളിയിൽ അഭിനയിക്കരുതായിരുന്നു എന്ന് മകൾ പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലായിരുന്നു എന്ന് ജോജു പറഞ്ഞു. വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തുവിടണം. അതേസമയം പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്ന വാദം ജോജു ജോർജ് ആവർത്തിച്ചു. ലിജോ പുറത്തുവിട്ട തുണ്ടുകടലാസല്ല, എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും നടൻ ആവശ്യപ്പെട്ടു. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം, ഞാൻ വീണ്ടും നാറണം. പക്ഷെ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോള് ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും പൊരുതുക കയറി വരിക എന്നുള്ളത്. 3 ദിവസത്തെ അതിഥിവേഷത്തിനായി ജോജുവിന് 5 ലക്ഷം രൂപ പ്രതിഫലം നൽകിയതിന്റെ ബാങ്ക് ഇടപാട് രേഖ ലിജോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. ഇത്രയും വലിയ തുക നൽകിയിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയല്ലെന്നാണ് ലിജോയുടെ പ്രധാന വിമർശനം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് 9ാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. അധ്യാപകരുടെ മാനസിക പീഡനം കാരണമാണ് ജീവൻ ഒടുക്കുന്നത് എന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിന് നേരെ ഇന്നും പ്രതിഷേധമുണ്ടായി. SFI ASF പ്രവർത്തകരാണ് സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. തന്റെ ജീവിതം സ്കൂളിലെ അധ്യാപകർ തകർത്തു എന്നാണ് ആശിർ നന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. സ്റ്റെല്ല ബാബു എന്ന അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ആശിർ നന്ദ പറഞ്ഞിരുന്നതായാണ് സുഹൃത്തുക്കളുടെ മൊഴി. അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരുടെ പേരുകളും കുറിപ്പിലുണ്ട്. സുഹൃത്തിന്റെ നോട്ട് പുസ്തകത്തിന്റെ പിറകിലാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നത്. അധ്യാപിക സ്റ്റെല്ല ബാബു തന്റെ മകന്റെ മുഖത്തടിച്ചു എന്ന് മറ്റൊരു രക്ഷിതാവും വെളിപ്പെടുത്തി. SFI AESF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിനെ അറിയില്ലായിരുന്നു. അവള് നോക്കുമ്പോഴാണ് കണ്ടത്. അതില് അവൾക്ക് അർച്ചന ടീച്ചറ്, അമ്പിളി ടീച്ചറ്, ഞങ്ങളുടെ പ്രിൻസിപ്പള്, പിന്നെ സ്റ്റെല്ല ടീച്ചറൊക്കെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രക്ഷിതാക്കളും മാനേജ്മെന്റുമായി ചേർന്ന് നടത്തിയ യോഗത്തിൽ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ തീരുമാനിച്ചു. നിലവിലെ PTA പൂർണ്ണമായി പിരിച്ചുവിട്ടു. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കാനും തീരുമാനമായി. ന്യൂസ് 18 പാലക്കാട്.
മഞ്ചേശ്വരം വൊർക്കാടിയിൽ ലഹരിക്കടിമയായ മകൻ മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാതാവിനെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അയൽവാസിയും ബന്ധുവുമായ യുവതിയെയും തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിന് ശേഷം കർണാടകയിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ കുന്താപുരത്ത് നിന്ന് മഞ്ചേശ്വരം പോലീസ് പിടികൂടി. ക്രൂരകൃത്യത്തിന്റെ ഞെട്ടലിലാണ് വൊർക്കാടിയ എന്ന നാട്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ മെൽവിൻ മൊന്തേരോ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അയൽവാസിയും ബന്ധുവുമായ യുവതിയെയും തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വൊർക്കാടി നല്ലങ്കിയിലെ പരേതനായ ലൂയിസ് മൊന്തേരോയുടെ ഭാര്യ ഹിൽഡ മൊന്തേരോ ആണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ ലോലിറ്റയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മറ്റൊരു മകനായ അൽവിൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജോലി ആവശ്യത്തിനായി കുവൈറ്റിലേക്ക് പോയി. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ഹിൽഡയെ വിളിച്ചുണർത്തി വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി തീ കൊളുത്തുകയായിരുന്നുവെന്ന് FIR. കത്തിക്കരിഞ്ഞ മൃതദേഹം അല്പദൂരം വലിച്ചിഴച്ച ശേഷമാണ് ഇയാൾ ലോലിറ്റയെ വിളിച്ചുണർത്തി അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് ലോലിറ്റയെയും തീ കൊളുത്തി. നാട്ടുകാർ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മെൽവിൻ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു. പിന്നെ കർണാടകയിലേക്ക് കടന്നു. കുന്താപുരത്ത് നിന്നാണ് ഇയാളെ മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. ലഹരിക്കടിമയായ മെൽവിൻ പണം ആവശ്യപ്പെട്ട് നിരന്തരം അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നിലമ്പൂരിൽ പാർട്ടി വോട്ടും അനുഭാവി വോട്ടും ചോർന്നെന്ന് CPM-ൽ വിമർശനം. പാർട്ടിയുടെ കണക്കുകൂട്ടലിൽ പിഴവുണ്ടായെന്നും ശരിയായി വിലയിരുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും P. രാജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടു. തെറ്റുകൾ തിരുത്തുമെന്നും പരിശോധിക്കേണ്ടത് പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. RSSുമായി CPM കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന പ്രസ്താവന തിരിച്ചടിയായെന്നും വിമർശനമുയർന്നു. MV ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഈ വിമർശനം. ഇന്ന് ആരംഭിച്ച സംസ്ഥാന സമിതി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ചർച്ച നടക്കും. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. നമസ്കാരം.